നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാബ് അസിസ്റ്റൻറ്റ്, ഡിഗ്രി പ്രിലിംസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ എക്സാംസ് നമ്മളെല്ലാവരും കുറേ ലെസൺസ് ലേൺ ചെയ്യും അല്ലേ? അപ്പോൾ എവിടേക്കാണ് നമ്മളുടെ വീക്ക് ഏരിയാസ്, നമുക്ക് എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റി, അതൊക്കെ നിങ്ങളിപ്പോൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതുകൊണ്ടിട്ട് നമ്മൾ നിർത്തുകയല്ലോ, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അടുത്ത എക്സാംസ് നമ്മൾ എന്ത് ചെയ്യും? ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ബിക്കോസ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ASM ഒക്കെ നമുക്ക് ഇനി ഒരു 2-3 സ്റ്റേജൊന്നും ഇല്ല. എക്സാം നന്നായിട്ട് പെർഫോം ചെയ്താൽ ടോപ്പ് റാങ്കിലെത്തിയാൽ എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ASMന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഉള്ള കുറച്ച് ദിവസമേ ഉള്ളൂ. എവിടെയാണോ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയ അതൊക്കെ ആദ്യമേ തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കുക. കറണ്ട് അഫെയറും മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ അതിൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഞാനും മാക്സിമം ക്ലാസ്സുകളിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ട് ഉള്ള ദിവസങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് എക്സാം പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അധികം സമയം കളയാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു SCRT ചാപ്റ്ററാണ് ഇന്ന് നിങ്ങളുടെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ചാപ്റ്റർ പുതിയ SCRTയിലെ 5ാം ക്ലാസ്സിലൊരു ചാപ്റ്ററാണ് നിയമവും സമൂഹവും. അപ്പോൾ ഈ ചാപ്റ്റർ എടുക്കാനുള്ള കാരണം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിൻറ്റ്സ് നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കണ്ടു. അതായത് നമ്മുടെ നിയമനിർമ്മാണ സഭ കണക്ട് ചെയ്തിട്ട്, അതുപോലെ നമ്മുടെ സൈബർ ലോകവും നിയമവും ആ ഒരു ഏരിയാസ്, പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ, പോക്സോ, സുപ്രീം കോടതി, അങ്ങനെ നമ്മുടെ സുപ്രധാന നിയമങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ITയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം SCRT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഏതാണെങ്കിലും നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നിയമങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിയമം എന്താ, നിയമത്തിൻ്റെ ഡെഫിനിഷനൊക്കെ അത് ഞാൻ വേഗം വായിച്ചു പോകും. അവിടെ നമുക്ക് വലിയതായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് തൊട്ട് അങ്ങോട്ട് നിറയെ ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും വരാൻ സാധ്യതകളുമായി നിറയെ ചോദ്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല നിയമങ്ങളുടെയും വർഷങ്ങളും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതിനെ പറ്റിയിട്ട് ചെറിയ പോയിന്റ്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IT ആക്ടിലെ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാമിനേഷൻ ചോദിച്ച ചോദ്യം പോലും ഈ ചാപ്റ്ററിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ക്ലാസ് ഒന്ന് കേട്ടിരിക്കുക, കൂടെ പഠിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, റിവൈസ് ചെയ്യുക. ഇനിയും ഈ ചാപ്റ്ററിന് ITയുടെ സൈഡിൽ നിന്നും ചോദ്യം വന്നേക്കാം, സുപ്രധാന നിയമങ്ങളുടെ സൈഡിൽ നിന്നും ചോദ്യം വന്നേക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ നിന്നും ചോദ്യം വന്നേക്കാം. സോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിയമത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങണേ. എന്തിനാണ് നിയമങ്ങൾ? നമ്മുടെ സമൂഹത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിനും പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ്. അല്ലെ, ഈ സൊസൈറ്റി നല്ല സുഗമമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ ചില അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ, ചില നിയന്ത്രണങ്ങൾ വേണം, ചില വ്യവസ്ഥകൾ വേണം. അതിനെയാണ് നിയമം എന്ന് പറയുന്നത്. അപ്പം നിയമത്തിൻ്റെ ചരിത്രത്തിന് BC 3000 വർഷം പഴക്കമുണ്ട്. അത്രയും വർഷം പഴക്കമുണ്ട് നിയമത്തിൻ്റെ ചരിത്രത്തിന്. ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. BC 1760 നിലവിൽ വന്ന ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആരെന്ന് ചോദിച്ചാൽ ഹമ്മുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ്. ഓക്കെ, സമൂഹജീവിയായ മനുഷ്യന് സമാധാനപരം അതുപോലെ തന്നെ സുസ്ഥിരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും പാലിക്കപ്പെടുന്നതുമായ ചില പെരുമാറ്റ ചട്ടങ്ങളാണ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. ബിക്കോസ് നമ്മൾ സാമൂഹിക ജീവിയാണ് മനുഷ്യർ. അപ്പോൾ നമ്മൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം, സുസ്ഥിരമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും പാലിക്കപ്പെടുന്നതുമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങളെയാണ് നിയമങ്ങൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ വ്യക്തി, അതുപോലെ തന്നെ സമൂഹം, അതുപോലെ രാഷ്ട്രം, ഇവയ്ക്കിടയിൽ ഉണ്ടായേക്കാവുന്ന താല്പര്യങ്ങളും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ സമീകരിച്ചിട്ട് ഒരു സുസ്ഥിര സാമൂഹ്യ അവസ്ഥ പുലർത്താനുള്ള ഒരു ഉപാധി കൂടിയാണ് നിയമം എന്ന് പറഞ്ഞത്. ഇപ്പോൾ വ്യക്തികളുടെ ഇടയിൽ, രാഷ്ട്രങ്ങളുടെ ഇടയിൽ, സമൂഹത്തിനിടയിലൊക്കെ തർക്കങ്ങളും ഒക്കെ വന്നേക്കാം, അല്ലേ, താല്പര്യ വിരുദ്ധതകളൊക്കെ വന്നേക്കാം. ഇതിനെല്ലാം കൂടെ സമീകരിച്ച് സുസ്ഥിര സാമൂഹ്യ അവസ്ഥ പുലർത്താനുള്ള ഒരു ഉപാധി കൂടിയാണ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു സമൂഹത്തിനെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് നിയമമാണ്. അപ്പോൾ നിയമത്തെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും ഓൾഡസ്റ്റ് നിയമസംഹിത എന്ന് പറഞ്ഞ ഹമ്മുറാബിയുടേതാണ്. BC 1760 ഏറ്റവും ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബിയാണ്. ഇപ്പോൾ സൊസൈറ്റിയുടെ നിലനിൽപ്പിന്, നമ്മുടെ സുരക്ഷിതമായ ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങളാണ് ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. ഏതൊരു സമൂഹത്തിനെയും അടിസ്ഥാന ശിലയാണ് നിയമങ്ങൾ. അല്ലേ, നിയമങ്ങൾ വ്യക്തിഗത അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ എന്താണ്? ഒരു സംരക്ഷണ കവചമാണ്. നമ്മുടെ അവകാശങ്ങൾക്കും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമാണ്. ഇപ്പോൾ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, പ്രവൃത്തി, ഓരോ ആളുകളുടെയും സ്വാതന്ത്ര്യം, അവകാശം, ഇതിനകത്തേക്ക് ചില നിയന്ത്രണങ്ങളും ചില വ്യവസ്ഥകളും ഒക്കെ വേണം. അപ്പോൾ അതിനാണ് നിയമങ്ങൾ എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇതിനകത്ത്. ഓക്കെ, വ്യക്തിയുടെ താല്പര്യങ്ങളും സംരക്ഷണയോടൊപ്പം തന്നെ
പൊതു താല്പര്യം കൂടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ സമൂഹത്തിന് ചില ചിട്ടകൾ വേണം. അപ്പോൾ ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞാണ് ഈ ചാപ്റ്റർ പോകുന്നത്. ഓക്കെ, നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ സംഘർഷം ഉണ്ടാകും. അത് സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അപകടത്തിലാക്കും. അതുകൊണ്ട് നിയമലംഘനം എന്താണ്? ശിക്ഷാർഹവുമാണ്. അപ്പം നിയമം എന്തിനാണ്? നിയമത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പം നിയമലംഘനം എന്തിന് പ്രശ്നമാകും? സമൂഹത്തിന് അത് ഒരു പ്രോബ്ലം ആകും. അതുകൊണ്ട് നിയമലംഘനം എന്താണ്? ശിക്ഷാർഹമാണ്. ഓക്കെ, അപ്പോൾ നിയമങ്ങൾ 2 രീതിയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, സാമൂഹികമായ വഴക്കങ്ങളിൽ കൂടെ വരുന്ന നിയമങ്ങൾ. സാമൂഹികമായ വഴക്കങ്ങളിൽ കൂടെ രൂപപ്പെടുന്ന നിയമങ്ങളാണ് ഒന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് അങ്ങനെ വന്നിട്ടുള്ള നിയമങ്ങളുണ്ട്. രണ്ടാമത്തത് വ്യവസ്ഥാപിത സംവിധാനങ്ങൾ വഴി, ഒരു വ്യവസ്ഥാപിത സംവിധാനം വഴി അങ്ങനെ രൂപം ആയിട്ടുള്ള വ്യവസ്ഥകളാണ് മറ്റൊന്ന്. അപ്പോൾ 2 രീതിയിലുള്ള നിയമങ്ങളുണ്ട്. ഒന്നെന്താണ്? കാലാകാലങ്ങളായിട്ടുള്ള സാമൂഹിക വഴക്കങ്ങളിലൂടെ വരുന്നത്. രണ്ടാമത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി വരുന്ന നിയമങ്ങളാണ്. അപ്പോൾ സാമൂഹികമായ വഴക്കങ്ങളിലൂടെ വരുന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു സംഘത്തിലോ ഒരു സംസ്കാരത്തിലോ ഒക്കെ സ്വീകാര്യമായിട്ട് കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവയുടെയൊക്കെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇതൊക്കെ അലിഖിതമാണ്, ഇതെങ്കിലും എഴുതി വെച്ചിട്ടില്ല. അത് നമ്മൾ പറയില്ലേ, കാലാകാലങ്ങളായിട്ട് അത് അങ്ങനെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതങ്ങനെ പോകും, മനസ്സിലായി? ചില പെരുമാറ്റങ്ങളായിക്കോട്ടെ, ചില വിശ്വാസങ്ങൾ, ചില മനോഭാവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സംഘത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൽ ഇങ്ങനെ കണക്കാക്കപ്പെട്ട് പോരുന്ന രീതിയാണ്. അതൊക്കെ അലിഖിത നിയമങ്ങളാണ്. ഓക്കെ, സാമൂഹിക വഴക്കങ്ങളിലൂടെ വരുന്നത്. അതിനെ നമുക്ക് സോഷ്യൽ നോംസ് എന്ന് വിളിക്കാം. സോഷ്യൽ നോംസ്. അപ്പോൾ ഓർത്തോണം, സോഷ്യൽ നോംസ് റിട്ടൺ അല്ല, അല്ലേ? നോൺ റിട്ടൺ ആണ്. സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അലിഖിത നിയമങ്ങളാണ്. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പം നേരെ തിരിച്ചായിരിക്കും, അല്ലേ? പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ തന്നെ, പണ്ടുണ്ടായിരുന്ന ഒക്കെ തന്നെ ഇതായിരുന്നു, ഈ സാമൂഹിക വഴക്കങ്ങളിലൂടെ രൂപപ്പെട്ടതായിരുന്നു. കൃത്യമായിട്ട് എങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ സാമൂഹിക വഴക്കങ്ങളിലൂടെ ആചാരങ്ങളിലൂടെയും കൂടിയൊക്കെ, ആചാരങ്ങളിൽ കൂടെയും സാമൂഹിക വഴക്കങ്ങളിൽ കൂടെയൊക്കെയാണ് ഈ സോഷ്യൽ നോംസ് വന്നിട്ടുള്ളത്. ഓക്കെ, സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ കാലോചിതമായിട്ട് പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ തന്നെ എങ്ങനെ ആചാരങ്ങളിലൂടെയും ഇതുപോലെ കീഴ്വഴക്കങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ളതാണ്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടെയും ആചാരങ്ങളിൽ കൂടെയൊക്കെയാണ് പണ്ടത്തെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നത്. അപ്പം സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നെ പലതും മാറ്റിയിട്ടുണ്ട്, കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നിയമത്തിൻ്റെ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, സാമൂഹികമായ വഴക്കങ്ങൾ, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, നിയമനിർമ്മാണ സഭ, കോടതി, ഇതൊക്കെയാണ് നിയമത്തിൻ്റെ ഉറവിടങ്ങൾ. അപ്പോൾ താഴെ തന്നിട്ടുള്ളവർ നിയമത്തിൻ്റെ ഉറവിടങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുപ്രധാന നിയമങ്ങൾ നമ്മുടെ സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ നിയമത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കോടതി വഴി, പൊതുജന അഭിപ്രായം വഴി, അതുപോലെ നിയമനിർമ്മാണ സഭകൾ വഴി, പിന്നെ സാമൂഹിക വഴക്കങ്ങൾ വഴി, പിന്നെ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പം നിയമനിർമ്മാണ സഭ, പിന്നെ കോടതി, പൊതുജന അഭിപ്രായം, നിയമനിർമ്മാണ സഭയുണ്ട്, പിന്നെ നിയമവിദഗ്ധരുടെ അഭിപ്രായമുണ്ട്, ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമുണ്ട്, സാമൂഹിക വഴക്കങ്ങൾ, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, പിന്നെ സാമൂഹിക വഴക്കങ്ങളൊക്കെയാണ് നിയമത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ പരിചിതമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ റോട്ടിലിറങ്ങിയാൽ ഗതാഗത നിയമം, കുട്ടികളുടെ ബാലാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, പ്രകൃതി സംരക്ഷണ നിയമം, ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പരിചയമായിട്ടുള്ള നിയമങ്ങളാണ്. പല നിയമങ്ങളും എങ്ങനെയാണ് ഓരോ ഗവൺമെൻറ് നിയമനിർമ്മാണ സഭകൾ വഴി, അല്ലേ, നിയമനിർമ്മാണ സഭയിൽ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് പല നിയമങ്ങളും, രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള പല നിയമങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമേ ശക്തമായിട്ടുള്ള പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്ത് നിയമം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങളുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം വരുമ്പോൾ ആ വിഷയത്തിൽ നമുക്കൊരു നിയമം കൊണ്ടുവരണം എന്ന രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് രാഷ്ട്രത്തിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. രാഷ്ട്രം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഡെഫിനിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് രാഷ്ട്രം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ആരുടെ? ഭരണകൂടത്തിൻ്റെ കീഴിൽ, അത് ശ്രദ്ധിക്കണം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കുറേ ആളുകളുടെ ഒരു സമൂഹം എന്ന് മാത്രമല്ല, ആ ഇന്ത്യക്ക് ഒരു
ഒരു നിശ്ചിത ഭൂപ്രദേശത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അപ്പം ആ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് തോന്നിയ പോലെയല്ല ജീവിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ, ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് എന്ത് വിളിക്കുക? രാഷ്ട്രം എന്ന് വിളിക്കുക. ഓക്കെ, ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരി ഇവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഇവിടെ നിന്നാണ് ചോദ്യം വന്നിട്ടുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. ജനസംഖ്യ രാഷ്ട്രത്തിൻ്റെ ഘടകമാണെന്ന് SCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭൂപ്രദേശം രാഷ്ട്രത്തിൻ്റെ ഘടകമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് രാഷ്ട്രത്തിൻ്റെ ഘടകമാണെന്ന് പറയുന്നുണ്ട്. നാലാമത്തത് പരമാധികാരം. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് ഏത്? രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏത്? വന്നിട്ടുള്ള ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്, ആ ഡെഫിനേഷൻ ഭൂപ്രദേശം ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ, ഒരു ഭരണകൂടത്തിന് കീഴിൽ, അപ്പോൾ ഒരു ഗവൺമെൻറ് അവിടെ വന്നു അല്ലേ, അവിടെ സംഘടിതമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ സംഘടിതമായിട്ട് ജീവിക്കുന്ന പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം, ഒരു ജനസംഖ്യ വന്നു, പരമാധികാരം കൂടെ ഓർത്തോളണം. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പം തന്നെ പഠിച്ചുള്ള ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം ഇവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിന് മുഴുവനായിട്ട് ബാധകമാകുന്ന, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള നിയമങ്ങളൊക്കെ എവിടെയാണ് നിർമ്മിക്കുന്നത്? നിയമനിർമ്മാണം നടത്തുന്നത് കോടതികളുടെ ചുമതലയല്ല. നിയമനിർമ്മാണം നടത്തുന്നത് എവിടെയാണ്? പാർലമെൻറ്റിലാണ്. ഇന്ത്യൻ രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള നിയമങ്ങൾ നടക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. ഇപ്പോൾ കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണെങ്കിൽ അത് എവിടെ നടക്കും? സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണെങ്കിൽ അത് സംസ്ഥാന നിയമസഭകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിലായിരിക്കും നടത്തുക. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിപ്പെടുന്ന വിഷയങ്ങളുള്ള നിയമങ്ങൾ ആര് നടത്തും? സംസ്ഥാന നിയമസഭ നടത്തും. ഓക്കെ, പിന്നെ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും നിയമനിർമ്മാണത്തിന് കാരണമാകാറുണ്ട്. ഇപ്പോൾ കോടതി ഇടപെടലുകളിൽ കൂടെയും നിയമങ്ങൾ രൂപം കൊള്ളാറുണ്ട്. കോടതി മെയിൻലി നിയമങ്ങളെ വ്യാഖ്യാനിക്കുക ചെയ്യുന്നത്. അപ്പം നിയമനിർമ്മാണം ആരുടെ ചുമതലയാണ്? പാർലമെൻറ്റിൻ്റെ. ഫോർ ദ കൺട്രി, ഫോർ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ. കോടതി വ്യാഖ്യാനങ്ങളും കോടതിയുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഇടപെടലൊക്കെ കോടതി വിധിയൊക്കെ നിയമത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകാറുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറഞ്ഞത്. നമുക്കറിയാം റോഡ് സുരക്ഷാ നിയമങ്ങൾ. എന്തിനാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ? റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ടതാണ് അല്ലേ. ഇപ്പോൾ റോഡ് ഗതാഗതം വളരെ സുഗമമായിട്ടും അപകടരഹിതവുമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ റോഡ് സുരക്ഷാ നിയമങ്ങൾ ആവശ്യമാണ്. അത് റോഡിൽ കൂടെ നടന്നു പോകുന്നവരും റോഡിൽ വാഹനം ഓടിക്കുന്നവരും ഒരുപോലെ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ സുരക്ഷിതത്വവും മറ്റുള്ളവരുടെ സുരക്ഷയും രണ്ടും നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും. അപ്പോൾ ഈ ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏത്? അതിന് ഉത്തരം ഇതിൽ പറയുന്നു, ജെയ്ക്കർ കമ്മിറ്റി. ഓക്കെ, മേ ബി നാളത്തെ ഒരു ചോദ്യമാകാം. അപ്പോൾ ഇന്ത്യയിലെ റോഡ് സുരക്ഷ, റോഡ് ഗതാഗത പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് ജെയ്ക്കർ കമ്മിറ്റി. മറന്നുകൊണ്ട് റോഡ് ഗതാഗത പ്രശ്നങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയുടെ പേരാണ് ജെയ്ക്കർ കമ്മിറ്റി. ഓക്കെ, ഇനിയിപ്പോൾ റോഡിൽ നമുക്കറിയാം, റോഡിൽ പ്രധാനമായിട്ട് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്താ? റോഡിലൂടെ നടന്നു പോകുന്നവർ റോഡിൻ്റെ ഏത് വശത്തിൽ കൂടെ നടക്കണം എന്നുള്ളതാണ്. റോഡിൽ കൂടെ നടന്നു പോകുന്നവർ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നടക്കണം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ വലതുവശത്ത് കൂടെ നടന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. മറിച്ച് ഇടതുവശത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റില്ല. അപ്പോൾ അപകടം കൂടും. അതുകൊണ്ട് നടന്നു പോകുന്നവർ റൈറ്റ് കൂടെയും വാഹനം ഓടിക്കുന്നവർ ലെഫ്റ്റ് കൂടെയും പോകണം. പിന്നെ റോഡിൻ്റെ വശത്ത് ഇപ്പോൾ ഒരു നടപ്പാത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ നടപ്പാതയിൽ കൂടെ തന്നെ നടക്കണം. നടപ്പാത ഇല്ലാന്നുണ്ടെങ്കിൽ വലതുവശം ചേർന്ന് നടക്കുക. പിന്നെ 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കാൻ പാടില്ല. അപ്പോൾ 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കാൽനടയാത്ര ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നടക്കാൻ പാടില്ല. പിന്നെ മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് റോഡിൽ കൂടെ നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കിയിട്ട് വാഹനങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം റോഡ് ക്രോസ് ചെയ്യുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിൽ കൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യണം. സിഗ്നലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാനായിട്ടുള്ള ആ ഒരു പച്ചവെളിച്ചം തെളിയണവരെ കാത്തു നിൽക്കണം. കാൽനടയാത്രക്കാർക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള മേൽപ്പാലങ്ങളുണ്ടാവും. അതുപോലെ സ്കൈ വാക്ക്, ഭൂഗർഭ പാതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. ഇതൊക്കെ റോഡ് സുരക്ഷാ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ ചില എക്സാംസിന് റോഡ് സുരക്ഷാ നിയമങ്ങൾ എടുത്ത് പറയാറുണ്ട് സിലബസിൽ, അല്ലാത്ത എക്സാംസിന് എടുത്ത് പറയാറില്ല. എടുത്ത് പറയുന്ന നിയമങ്ങളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് IT ആക്ട്. അപ്പോൾ അതിനെ കുറച്ച് പോയിന്റ്സ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇവിടുന്ന് ചോദ്യവും
ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. അപ്പം IT ആക്ട് അഥവാ വിവര സാങ്കേതിക നിയമം, IT ആക്ട് 2000 2000-ലാണ് വിവര സാങ്കേതിക നിയമം വന്നിട്ടുള്ളത്. ഓക്കെ, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ നിയമം വന്നത്. ഇപ്പോൾ ടെക്നോളജി, IT, ഇൻഫർമേഷൻ ടെക്നോളജി ആളുകൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാടുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരവും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി വന്ന നിയമമാണ് ഏത്? വിവര സാങ്കേതിക നിയമം 2000 എന്ന് പറയുന്നത്. ഓക്കെ, സൈബർ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത്? ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടത് സിംഗപ്പൂരാണ്. അപ്പോൾ സൈബർ നിയമം പാസ്സാക്കിയ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സിംഗപ്പൂരാണ്. സൈബർ നിയമം പാസ്സാക്കിയ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം, സൗത്ത് ഏഷ്യയിലെ ഏത് രാജ്യത്താണ് ആദ്യമായിട്ട് സൈബർ നിയമം പാസ്സാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ്. സൈബർ നിയമം പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ ഏഷ്യൻ കൺട്രി സിംഗപ്പൂരാണ്. സൈബർ നിയമം പാസ്സാക്കിയിട്ടുള്ള ആദ്യ സൗത്ത് ഏഷ്യൻ കൺട്രി ഇന്ത്യയാണ്. ഓക്കെ, ഈ IT ആക്ട് പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് 2000 ഒക്ടോബർ 17 അപ്പോൾ നിങ്ങളിതാ ഇങ്ങനെ ഐറ്റിനെ ഈ ഭാഗം മാറ്റി കഴിഞ്ഞാൽ 17 കിട്ടി അല്ലേ? IT ആക്ടിൻ്റെ A മാറ്റി O ആക്കിയാൽ ഒക്ടോബറിൽ നിന്ന് കിട്ടും. അപ്പോൾ IT ആക്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? 17 ഒക്ടോബറിൽ നിന്ന് എടുക്കാം അല്ലേ? അപ്പോൾ ഒക്ടോബർ 17 2000 വർഷം ഓർത്ത് വെച്ച് 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് പിന്നീടൊരു ഭേദഗതി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭേദഗതി വരുത്തിയത് 2009 ഈ 2000 മാറ്റി 9 ആക്കുക, ഇവിടുത്തെ ഈ 1 മാറ്റി 2 ആക്കുക. വലിയ ചേഞ്ച് ഇല്ല, ഒരു ഡിജിറ്റിനാണ് ചേഞ്ച്. 2009 മാസം ഒക്ടോബർ തന്നെ 17-27 ആവും. അപ്പോൾ IT ആക്ട് ഭേദഗതിയോട് കൂടിയിട്ട് വന്നിട്ടുള്ള IT ആക്ട് 2000 ഭേദഗതി ചെയ്ത നിയമം പ്രാബല്യത്തിൽ വന്നത് 2009 ഒക്ടോബർ മാസം 27 ഓക്കെ, IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി AB വാജ്പേയി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് IT എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന്. IT ആക്ട് 2000 നിലവിൽ വന്നത്. ആദ്യത്തെ ഏഷ്യൻ കൺട്രി സിംഗപ്പൂർ, ആദ്യത്തെ സൗത്ത് ഏഷ്യൻ കൺട്രി ഇന്ത്യ. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17, അത് ഭേദഗതി വരുത്തിയത് 2009 ഒക്ടോബർ 27 ഇത് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില IT ആക്ടിൻ്റെ സെക്ഷൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പോലും ഇവിടുത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് IT ആക്ടിൽ ഈ ഒരു സെഷൻസ്. 66F എന്ന് പറയുന്നത് സൈബർ ടെററിസം സംബന്ധിച്ച വകുപ്പാണ്. ഓർത്ത് വെച്ചോളാം, 66F എന്താണ്? സൈബർ ടെററിസം ആണ് കേട്ടോ. ഇവിടുത്തെ Fനെ നമുക്ക് ഈ സാധനം മാറ്റിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലേ ടെററിസമായിട്ട് കണക്ട് ചെയ്യാം. ടെററിസം, ടെറർ, ആർ ഇവിടെ 2 R ഉണ്ട്. അപ്പോൾ ആറ് ടെററിൻ്റെ ആറാന്ന് ഓർത്തോണം. സൈബർ ടെററിസം എന്ന് പറയുന്നത് അല്ലേ ഭീകര സൈബർ ടെററിസം തടയുന്നത് സംബന്ധിച്ച വകുപ്പാണ് 66F, സെക്ഷൻ 66F. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം. ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ ആ ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം ഏത് ആക്ടിൽ ഏത് സെക്ഷനിലാണ് വരണത്? IT ആക്ടിൻ്റെ സെക്ഷൻ 67 സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണ് വരുന്നത്. സെക്ഷൻ 67 അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം നടത്തിയാലുള്ള ശിക്ഷ പറയുന്നുണ്ട്. എന്താണ് ശിക്ഷ? 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ്. അപ്പോൾ 67 എന്താണ്? അശ്ലീല ദൃശ്യങ്ങളുടെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണ്. അതിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 വർഷം തടവും 5 ലക്ഷം രൂപയുമാണ്. 67 അശ്ലീല ദൃശ്യങ്ങളുടെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണെങ്കിൽ 67A B അറിഞ്ഞിരിക്കണം. 67 ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം ആണെങ്കിൽ 67A പറയണത് എന്താണെന്നറിയോ? ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംപ്രേഷണമോ. ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംപ്രേഷണമോ ചെയ്തിട്ടുണ്ടെങ്കിൽ 67A എന്ന വകുപ്പാണ്. അതിൻ്റെ ശിക്ഷ വരുന്നത് 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് വരുന്നത്. ഇനി 67B എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണം, ഇവിടെ പ്രസിദ്ധീകരണം മാത്രമാണെങ്കിൽ ഇവിടെ അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണം, പ്രസിദ്ധീകരിക്കൽ, പ്രേരിപ്പിക്കൽ, ഇതൊക്കെ വരുന്നത് 67Bയിലാണ്. 67B അനുസരിച്ചിട്ട് ഈ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുന്നതും ഓൺലൈനിലൂടെ അത് പ്രദർശിപ്പിക്കലും ഒക്കെ ഈ Bയിലാണ് വരുന്നത്. 67Bയിലാണ് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ അത് പ്രദർശനം നടത്തുക, പകർത്തുക, മനസ്സിലായില്ലേ? അതൊക്കെ 67Bയിലാണ് വരുന്നത്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തൽ, ഓൺലൈനിൽ കൂടെ അത് എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കൽ, അതിനൊക്കെ 5 ലക്ഷം രൂപയാണ്, 5 വർഷമാണ് തടവ്, 10 ലക്ഷം രൂപയാണ്
രൂപയാണ് പിഴ വരുന്നത്. ഓക്കെ, ഇതേ കുറ്റം ആവർത്തിച്ചാൽ അത് 5 വർഷം എന്നുള്ളത് 7 വർഷമാകും, 10 ലക്ഷം രൂപ പിഴയാകും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 66 സൈബർ ടെററിസം ആണ്. 67 എന്ന് പറയുമ്പോൾ അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണ്, അത് 3 വർഷവും പിന്നെ 5 ലക്ഷം രൂപയുമാണ്. 67A എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണവും സംപ്രേഷണവുമാണ്. അവിടെ പിഴ 5 ലക്ഷം അല്ല 10 ലക്ഷമാണ്. അതിൻ്റെ 67ലുള്ള 5 ലക്ഷം ആണെങ്കിൽ ഇവിടെ 10 ലക്ഷമാണ്. അവിടുത്തെ ഇയർ മാറുന്നുണ്ട്, ഇവിടെ 3 വർഷമാണെങ്കിൽ ഇവിടെ 67Aയിൽ 5 വർഷമാണ്. ഓക്കെ, 67B ആകുമ്പോൾ അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണവും പ്രസിദ്ധീകരിക്കലും പ്രേരിപ്പിക്കലും വരുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ, ലൈംഗിക ദൃശ്യങ്ങളൊക്കെ, കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ അത് പകർത്തുക, ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കുക ഒക്കെ 67Bയിൽ വരും. അപ്പോൾ 10 ലക്ഷം രൂപ തന്നെയാണ് അവിടെ പിഴ, 5 വർഷമാണ് അവിടെ തടവ് വരുന്നത്. അത് ആവർത്തിച്ചാൽ 7 വർഷം അല്ലെങ്കിൽ 7 വർഷം തടവും 10 ലക്ഷം രൂപയും. ഓക്കെ, അപ്പോൾ 67നകത്ത് അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമേ ഉള്ളൂ, അവിടെ 3 വർഷവും 5 ലക്ഷം രൂപയാണ്. 67A ആകുമ്പോഴേക്കും ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണവും സംപ്രേഷണമാണ് വരുന്നത്, 5 വർഷവും 10 ലക്ഷം രൂപയാകും. 67B ആകുമ്പോഴേക്കും അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണവും പ്രസിദ്ധീകരിക്കലും പ്രേരിപ്പിക്കലും കുട്ടികളുടെ ലൈംഗിക ദൃശ്യം പകർത്തുക, പ്രസിദ്ധീകരിക്കുക അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് 5 വർഷവും 10 ലക്ഷമാണ്. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 വർഷവും 10 ലക്ഷം. ഓക്കെ, അപ്പോൾ ഓൺലൈനിലൂടെ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതൊക്കെ ഇതിനകത്താണ് വരുന്നത് കേട്ടോ. ഏത് 67Bയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സെഷൻസ് ക്ലിയർ ആണ്. ഇനി വനസംരക്ഷണ നിയമത്തിൻ്റെ വർഷം പറയുന്നുണ്ട് 1980 1980 ആണ് വനസംരക്ഷണ നിയമത്തിൻ്റെ വർഷം. വനസംരക്ഷണ നിയമം 1980 ആണ്. റിസർവ് വനം അങ്ങനെ അല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു റിസർവ് വനമായിട്ട് കിടക്കുന്ന ഒരു വനം അത് അങ്ങനെ അല്ലാതാക്കണമെങ്കിൽ ആരുടെ മുൻകൂട്ടി ഉള്ള അനുവാദം വാങ്ങണം? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. റിസർവ് വനം അങ്ങനെ അല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. ഇനി മറ്റൊരു നിയമം പറയുന്നുണ്ട് സേവനാവകാശ നിയമം. സേവനാവകാശ നിയമത്തിൻ്റെ വർഷം എന്നാണ് പഠിച്ചു വെച്ചോളണം. സേവനാവകാശ നിയമത്തിൻ്റെ വർഷം 2012 ആണ്. സേവനാവകാശ നിയമത്തിൻ്റെ വർഷം 2012 ആണ്. ഈ നിയമത്തിലൂടെ സേവനം പൗരരുടെ അവകാശമായിട്ട് മാറി. സർവീസ് എന്നുള്ള സേവനം പൗരരുടെ അവകാശമായിട്ട് മാറി. ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമം പൗരന്മാർക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സർവീസ് അവൈൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അത് കറക്റ്റ് ടൈമിൽ കിട്ടണം എന്നുള്ളത് ഒരു സേവനാവകാശ നിയമത്തിൽ വരുന്നതാണ്. അത് 2012 ആ ഒരു നിയമം വന്നിട്ടുള്ളത്. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമം, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് വർഷം കേട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമം ഏതാ വർഷം എന്നറിയാമോ? ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷം 2013 ആണ്. ഈ നിയമം അനുസരിച്ചിട്ട് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ഭക്ഷ്യസുരക്ഷ അലവൻസിനുള്ള വ്യവസ്ഥയുണ്ടെന്ന്. ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് എന്തുണ്ട്? ഭക്ഷ്യസുരക്ഷയുടെ അലവൻസിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്, വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമം അല്ലേ. കുട്ടികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെ അവകാശമാണ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശം എന്താണ്? ബാലാവകാശം അല്ലേ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് അല്ലേ. ബാലവേല നിരോധന നിയമം 1986 വന്നിട്ടുള്ളത്. ചൈൽഡ് ലേബർ, അതിൻ്റെ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 1986 ബാലവേല നിരോധന നിയമം വന്നിട്ടുള്ളത്. 1986 നിയമപ്രകാരം എത്ര വയസ്സാണെന്ന് ശ്രദ്ധിച്ചോണം? 14 വയസ്സ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് ബാലവേലയായിട്ട് കൺസിഡർ ചെയ്യും. 2016 ഈ നിയമത്തിന്, ഈ 86 നിയമത്തിന് 2016 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. 2016 ഭേദഗതി പ്രകാരം 14 തൊട്ട് 18 വരെയുള്ള കുട്ടികൾ, 14നും 18നും ഇടയിലുള്ള കൗമാരപ്രായക്കാർക്കും ഈ ബാലവേല എന്നുള്ള സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലവേല നിരോധന നിയമപ്രകാരം 86 നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ബാലവേലയിലുള്ള സംരക്ഷണം പറയുന്നതെങ്കിൽ അത് അമെൻഡ് ചെയ്തിട്ട് 2016 നിയമം വന്നപ്പോൾ 14നും 18 വയസ്സിനും ഇടയ്ക്കുള്ള ടീനേജേഴ്സിനും ഈ പറഞ്ഞ ബാലവേലയിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇനിയൊരു നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. എന്താണ്? എഡ്യൂക്കേഷൻ റൈറ്റ് അല്ലേ. വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്
നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ നിയമം 2009 ഇത് പാസ്സാക്കിയത്. നിലവിൽ വന്നത് 2010. ഈ നിയമം അനുസരിച്ച് ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സിലെ കുട്ടികൾക്കാണ് നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവും സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം പഠനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവ് വഹിക്കാൻ കുട്ടിക്ക് ബാധ്യതയില്ല. കുട്ടിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. സർക്കാർ, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ, പിന്നെ സ്കൂൾ അധികൃതർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, ഇവരുടെയൊക്കെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളവർക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അധ്യാപകർക്കും പാരൻസിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്കൂൾ അധികൃതർക്കും ഒക്കെ അതിനകത്ത് റോളുണ്ട്, ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. 6 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി സ്കൂളിൽ പോകാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വയസ്സിന് അനുയോജ്യമായ ക്ലാസ്സിൽ കുട്ടീനെ പ്രവേശിപ്പിക്കേണ്ടതാണ്. കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടിക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം. 14 വയസ്സ് കഴിഞ്ഞാലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. ഇപ്പോൾ 14 വയസ്സ് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഈ നിയമത്തിൽ പറയുന്നില്ല നീ പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല. 14 വയസ്സ് കഴിഞ്ഞാലും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കുട്ടിക്ക് അവകാശമുണ്ട്. ഓക്കെ. അതുപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇല്ലാത്ത സ്കൂളിലാണ് ഒരു കുട്ടി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കുട്ടിക്ക് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റം ആവശ്യപ്പെടാനായിട്ട് പറ്റും. ഓക്കെ. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ എന്തുണ്ട്? ബാലാവകാശ കമ്മീഷനുകളുണ്ടെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ബാലാവകാശ കമ്മീഷൻസ് കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അത് ദേശീയ തലത്തിലും ഉണ്ട്, സംസ്ഥാന തലത്തിലും ഉണ്ട്. ബാലാവകാശ കമ്മീഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ബാലനീതി നിയമം എന്നൊരു നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാലനീതി നിയമം എന്നൊരു നിയമം വന്നിട്ടുണ്ട്. 2015 ഈ നിയമം വന്നിട്ടുള്ളത്. ബാലനീതി നിയമം 2015 സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ കൊടുക്കുക, അതിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് കുട്ടികൾ ഉപയോഗിക്കുക, ഇതൊക്കെ ഈ നിയമം അനുസരിച്ചിട്ടാണ്. ബാലനീതിയിൽ നിയമം അനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. ഇത്തരം അവകാശ ലംഘനം ഉണ്ടായാൽ ആരെ അപ്രോച്ച് ചെയ്യണം? സംസ്ഥാനത്തുള്ള ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. കുട്ടികളെ ലഹരി വിൽക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു, അവഗണിക്കുന്നു, അവരെ ഭിക്ഷാടനത്തിന് അടിമവേലയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ബാലനീതി നിയമം അനുസരിച്ച് ബാലാവകാശ കമ്മീഷൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണെന്നറിയാമോ? നവംബർ 20 കേട്ടോ. ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് നവംബർ 20. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. അതുപോലെ ബാലവേല വിരുദ്ധ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 12. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12 ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞാൽ നവംബർ 20. 2 ഡേറ്റും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ? ചൈൽഡ് ലൈനിൻ്റെ നമ്പർ ഉണ്ടല്ലോ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 പഠിച്ചു വെച്ചോളാം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ഓക്കെ. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് 2012 വന്നിട്ടുള്ള പോക്സോ ആക്ട്. പോക്സോ ആക്ട് നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ ഉള്ളതാണ്. 2012 അപ്പോൾ ഈ SCERT ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിംഗ പദവി വ്യത്യാസമില്ലാതെ, അപ്പോൾ ആൺ പെൺ വ്യത്യാസം ഇല്ല. അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോക്സോ ആക്ട് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ബാധകമാണ്. ഇനി എത്ര വയസ്സ് താഴെയുള്ളവരാണ്? നമ്മളിവിടെ ബാലാവകാശ നിരോധന നിയമം പറഞ്ഞപ്പോൾ 14 വയസ്സെന്ന് പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞാൽ 6 to 14 പറഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കണം, പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് പോക്സോയുടെ സംരക്ഷണം കിട്ടുക. അത് എന്ത് സംരക്ഷണമാണ്? ബാലവേല, ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. പോക്സോയിൽ വരുന്നത് കൃത്യമായിട്ടും സെക്ഷലി ഒഫൻസ് അല്ലേ? സെക്ഷൽ ഒഫൻസ് ആണ്. അത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ ഒരു അവകാശ ഉടമ്പടിയുണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. നമ്മൾ 2012 പോക്സോ പാസ്സാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 89 അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ 2012 നമ്മുടെ ഗവൺമെൻറ് പോക്സോ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. ഡേറ്റ് നവംബർ 14. ഒരു ചിൽഡ്രൻസ് ഡേ ആണ് ഓർത്തോണം. 2012 നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. 2012 നവംബർ 14 മറക്കണ്ട. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞത്. നവംബർ 14 2012 പോക്സോ നിലവിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രം എടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശം. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായിട്ട് എന്തുണ്ട്? പ്രത്യേക കോടതികളുണ്ട്. നമുക്കറിയാലോ പോക്സോ കേസിന് പ്രത്യേക കോടതികളുണ്ട് സ്ഥാപിക്കുക. ഈ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ
ബാലസൗഹൃദ സമീപനം ഉറപ്പുവരുത്തുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ ബാലസൗഹൃദ സമീപനം അല്ലെ, യൂണിഫോം ഉപയോഗിക്കാതെ വേണം പോലീസ് ഓഫീസർ കുട്ടിയുടെ മൊഴി എടുക്കാനായിട്ട്, കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിരിക്കണം, കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ബാലസൗഹൃദ നടപടികളുടെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൺപെൺ വ്യത്യാസം ഉണ്ടാവില്ല. 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിക്കും ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ്, അബ്യൂസ് എന്ത് വന്നാലും ഈ നിയമത്തിൽ വരുന്നതാണ്. ചിത്രം എടുക്കലോ അശ്ലീലദൃശ്യം പ്രദർശിപ്പിക്കലോ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൈൽഡ് ലൈൻ 1098 നമ്പർ എന്ന് പറഞ്ഞു. ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ആര്? അതിൻ്റെ ആൻസർ ജീറോ ബില്ലി മോറി എന്നാണ്. ജീറോ ബില്ലി മോറി എന്നാണ് അവരുടെ പേര്, ജീറോ ബില്ലി മോറി. ഓക്കെ, അപ്പോൾ ആരാണ് ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്? ജീറോ ബില്ലി മോറിയാണ്. 1996 ബോംബെയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. 1996 ബോംബെയിലാണ് ജീറോ ബില്ലി മോറി എന്ന് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം നമ്മുടെ രാജ്യവ്യാപകമാക്കിയത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1998 1999 1998-99 കാലഘട്ടത്തിലാണ് ഈ 96 ബോംബെയിൽ സ്ഥാപിച്ച ഈ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം രാജ്യവ്യാപകമാക്കുന്നത് 98-99 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിയമവാഴ്ചയെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ പറയുന്നുണ്ട്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. എന്താണ് നിയമവാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത് നിയമവാഴ്ചയിലാണ് ഉള്ളത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഏത് ആർട്ടിക്കിളാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, നിയമസമത്വമാണ് ആർട്ടിക്കിൾ 14 ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 14 നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുവദിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിനാണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ റൂൾ ഓഫ് ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമസംരക്ഷണം അല്ലേ, നിയമം അനുവദിക്കുന്ന, നിയമം ഉറപ്പാക്കുന്ന നമുക്ക് എല്ലാവർക്കും തുല്യ സംരക്ഷണമാണ്. എല്ലാവർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ സംരക്ഷണം കിട്ടണം. അപ്പം എല്ലാവർക്കും തുല്യ സംരക്ഷണം അനുഭവിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷന്. അപ്പം നിയമവാഴ്ച നമ്മൾ ഏത് രാജ്യത്താണ് കടം കൊണ്ടിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ നിയമവാഴ്ച കടം കൊണ്ടിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, സമൂഹത്തിൽ തർക്കവും കലഹമൊക്കെ ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഏതൊക്കെ? നമ്മൾ എവിടെയൊക്കെ പോകും? നമുക്കൊരു നിയമപ്രശ്നം വന്നാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം അല്ലേ, നമുക്ക് നിയമത്തിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാം. പിന്നെ നമ്മുടെ ജനപ്രതിനിധികളുമായിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം തരണം അല്ലേ, ജനപ്രതിനിധികൾ. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ ജാഗ്രതാ സമിതികളുണ്ട്. ഓക്കെ, അവിടുത്തെ ജാഗ്രതാ സമിതികളൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ, അതുപോലെ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രതാ സമിതികളൊക്കെ നമുക്ക് നിയമപരമായിട്ടുള്ള തർക്കമോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് നിയമപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള സംവിധാനമാണ്. പോലീസിൻ്റെ ചുമതല എന്താണ്? പോലീസിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ തന്നെ ക്രമസമാധാനമാണ്. ഓക്കെ, തർക്കങ്ങൾ പരിഹരിക്കാനും ശിക്ഷ വിധിക്കാനും പോലീസിന് അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. അവർക്ക് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ അധികാരം. തർക്കം പരിഹരിച്ച് അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ആരാണ്? അത് കോടതിയാണ് അല്ലേ. ക്രമസമാധാനമാണ് പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റി, തർക്ക പരിഹാരമൊക്കെ കോടതിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഇത്, സുപ്രീം കോടതി. നമ്മുടെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ സുപ്രീം കോടതിയാണ് നമ്മുടെ പരമോന്നത കോടതി എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാണ്? സുപ്രീം കോടതിയാണ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? അതിൻ്റെ ആൻസർ സുപ്രീം കോടതിയാണ് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം തേടാൻ നമുക്ക് അധികാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ തലവൻ ആരാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. CJI എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത് റീസെൻ്റ്ലി നടന്ന എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഗവായി എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിന് ഇനിഷ്യലും കൂടെ പഠിക്കണം. ഓക്കെ, 2 ഇനിഷ്യൽ മാറ്റി 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്, വിത്ത് ഇനിഷ്യൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, പേരിൻ്റെ ഫുൾ നെയിം കമൻറ്റ് ചെയ്യണേ. ഓക്കെ, സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എന്നാൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയെങ്കിൽ ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. 1950 ജനുവരി 28 ഇന്ത്യയിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സഞ്ജീവ് ഖന്നയായിരുന്നു. ഇപ്പോഴാണ് ഗവായി എന്ന ചീഫ് ജസ്റ്റിസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി മാത്രമല്ല, സുപ്രീം കോടതിക്ക് കീഴിൽ ഏത് കോടതികളുണ്ട്? ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് എന്തുണ്ട്? ഹൈക്കോടതികളുണ്ട് അല്ലേ. പിന്നെ അതിന് താഴെയായിട്ട് ഓരോ ജില്ലകളിൽ എന്തുണ്ട്? ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്, ജില്ലാ കോടതികളുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്?
കീഴ്ക്കോടതികളുണ്ട് അല്ലേ, കീഴ്ക്കോടതികളുണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്ക് താഴെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ, അതിൻ്റെ താഴെ ജില്ലാ കോടതികൾ, അതിൻ്റെ താഴെ കീഴ്ക്കോടതികളെല്ലാം ചേരുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ വിവിധ ഒരു കോടതി സംവിധാനം എന്ന് പറയുന്നത്. അപ്പം നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. കോടതികളുടെ മുഖ്യ ചുമതല എന്താ? നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക. നിയമത്തിന് പരമമായ അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം നമുക്ക് ഉറപ്പുവരുത്തുന്നത് ആരുടെ ചുമതലയാണ്? കോടതികളുടെ ചുമതലയാണ്. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത് അല്ലേ? നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി നമ്മുടെ കേരള ഹൈക്കോടതിയിട്ട് വന്ന കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. കേരള ഹൈക്കോടതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. ഹൈക്കോടതിയുടെ തലവൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നിതിൻ ചാന്ദ്ര തന്നെയാണോ മാറിയോ എന്നൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി എവിടുത്തെയെന്നറിയോ? ഏറ്റവും ഓൾഡസ്റ്റ് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏതാണെന്നറിയോ? ഒരു ഹൈക്കോടതിയുടെ കീഴിൽ ചിലപ്പോൾ ഒരു സംസ്ഥാനം ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ വരാം. അങ്ങനെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ മേലെ പവറുള്ള ഹൈക്കോടതി എന്ന് പറഞ്ഞത് ഗുവാഹത്തി ഹൈക്കോടതിയാണ് കേട്ടോ. നമ്മുടെ ആസാം അല്ലേ, ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ മേലെ അധികാര പരിധിയുള്ള ഗുവാഹട്ടി ഹൈക്കോടതിക്കാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത് അലഹാബാദാണ്. അലഹാബാദ് ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി, അലഹാബാദ് ഹൈക്കോടതി. ഓക്കെ, ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിം ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ മേലെ അധികാര പരിധിയുള്ള ഗുവാഹത്തിക്കാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള അലഹാബാദിനാണ്. ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിം ഹൈക്കോടതിയാണ്. ഓക്കെ, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മുൻസിഫ് കോടതി. വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയാണ് മുൻസിഫ് കോടതി. അവിടെ ക്രിമിനൽ കേസ് എടുക്കത്തില്ല, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? അത് മജിസ്ട്രേറ്റ് കോടതിയാണ്. രണ്ടും വെച്ചിട്ടാണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കണം. മജിസ്ട്രേറ്റ് കോടതി കൈകാര്യം ചെയ്യുന്നത് ക്രിമിനൽ കേസ് ആണെങ്കിൽ മുൻസിഫ് കോടതി കൈകാര്യം ചെയ്യുന്നത് സിവിൽ കേസാണ്. മുൻസിഫ് സിവിൽ കേസ്, മജിസ്ട്രേറ്റ് ക്രിമിനൽ കേസുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇവിടെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സുപ്രീം കോടതി എന്ന് നിലവിൽ വന്നു, ആസ്ഥാനം, സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ മേലെ അധികാര പരിധിയുള്ള കോടതി, ഏറ്റവും ചെറുത്, ആ പോയിന്റ്സ്. പിന്നെ നമ്മുടെ നിയമങ്ങളുമായിട്ട് ഓരോ നിയമങ്ങളുടെയും വർഷം അല്ലേ, സേവനാവകാശ നിയമം ഏതാണ്, സേവനാവകാശ നിയമത്തിൻ്റെ വർഷം എന്താണ്, ബാലാവകാശ നിയമത്തിൻ്റെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വനസംരക്ഷണ നിയമം 80 സേവനാവകാശ നിയമം 2012 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പോക്സോ 2012 പിന്നെ ബാലവേല നിരോധന നിയമം 86 വന്നു, 2016 അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട നിയമങ്ങൾ. പിന്നെ നമ്മുടെ IT ആക്ട് 2000 ഒക്ടോബർ 17, അമെൻമെൻറ്റ് 2009 ഒക്ടോബർ 27. അതിൽ സെക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ നിയമം പാസ്സാക്കിയ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി സിംഗപ്പൂർ, ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞത് ഭൂപ്രദേശം, ഗവൺമെൻറ്, ജനസംഖ്യ, പരമാധികാരം. അപ്പം പലതും നമ്മുടെ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി നടന്ന എക്സാമിന് പോലും ഇവിടുന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കണം. അതുപോലെ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സ് PSC എക്സാം ഗൈഡിൽ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ A to Z ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന രീതിയിൽ ഇതുപോലെ SCRTയും NCRTയും PYQ ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. 299 ആണ് കോഴ്സ് ഫീ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ഒരു കമ്പൈൻ സ്റ്റഡി എന്ന രീതിയിൽ ഒരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ നമ്പർ കൊടുക്കുക, ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും